അപ്പോൾ ഇത് നമ്മുടെ ട്രിപ്പിന്റെ 4th ആൻഡ് ഫൈനൽ ഡേ വിശേഷംസാണ്. ഇന്നത്തെ മെയിൻ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് December 25th ക്രിസ്മസ് ആണ്. ഒപ്പം നമ്മുടെ ദച്ചുട്ടന്റെ ബർത്ത്ഡേയും കൂടെയാണ് കേട്ടോ. ദച്ചുവിന് 4 വയസ്സ് തികയാണ്. 2020ക്ക് ശേഷം എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഈ ദിവസമാണ്. അന്നത്തെ ദിവസം ഇവന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോകുന്നത് നെഹ്റു സുവോളജിക്കൽ പാർക്കിലേക്കാണ്. അതിനിടയ്ക്ക് ദച്ചുവിന് ബർത്ത്ഡേ വിഷസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 20-25 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ സൂലെത്തി. ആ ടൈം കൊണ്ട് തന്നെ ഇവിടെ ഫുൾ ബ്ലോക്കായി. ദച്ചൂട്ടൻ ഇന്ന് മാജിക് ഡ്രസ് ഒക്കെ ഇട്ടാ വരുന്നത് കേട്ടോ. നമ്മളിത് റാമോജിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇത് ആക്ച്വലി സൺലൈറ്റ് അടിക്കുമ്പോഴേ കളർ വരത്തുള്ളൂ, ഇല്ലാത്ത സമയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടിരിക്കും. ഇവനിവിടെ കണ്ണാടി കണ്ടപ്പോൾ ഉടനെ അത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കണ്ണാടിയും വാങ്ങിച്ച് കണ്ണിൽ വെച്ച് കൊടുത്തു. ഇനി അതിന്റെ ഒരു കുറവില്ലാണ്ട് വേണ്ട. പിന്നെ ഇതും വെച്ചുകൊണ്ടുള്ള അവന്റെ കുറെ ഗോനാഷ്ടികളും ഫാഷൻ ഷോയൊക്കെ ഉണ്ടായിരുന്നു. ആ നേരത്താണ് ഇവിടുത്തെ തിരക്ക് ഞങ്ങളുടെ കണ്ണിപ്പെടുന്നത്. ആഹാ, ഒട്ടും തിരക്കില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും തിരക്കൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. പക്ഷേ ഈ പുറമെ കാണുന്നതിനേക്കാളും ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരുടെയും ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കും കഴിഞ്ഞിട്ട് കയറാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ലെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓൺലൈൻ സൈറ്റ് എടുത്തിട്ട് അതിനകത്തോടെ ഓൺലൈൻ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. അതുകൊണ്ട് നമുക്ക് പടപടാ കയറാൻ പറ്റും. ഇവിടെ സൂ നമുക്ക് നടന്ന് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി വെഹിക്കിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലാകുമ്പോഴത്തേക്കിനും നമുക്ക് ഇരുന്നിരുന്ന് സമാധാനമായിട്ട് ഇങ്ങനെ പോകാം. ഓരോ സ്പോട്ട് എത്തുമ്പോൾ അവർ ഇറക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനും കൂടി ചേർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബാറ്ററി വെഹിക്കിളിൽ പോവാം. അങ്ങനെ ഞങ്ങൾ ബാറ്ററി വെഹിക്കിൾ, സൂ, റെപ്റ്റൈൽസ്, അക്വേറിയം ഇങ്ങനെ 4 എണ്ണമാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അക്വേറിയത്തിൽ കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ പെർ ഹെഡ് 10 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അങ്ങ് എടുത്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു ബാറ്ററി വെഹിക്കിളിൽ കയറി ക്യൂ നിന്ന് വേണം കേട്ടോ ഇതെല്ലാം കയറാൻ. പെട്ടെന്ന് 2-3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ നടന്നപ്പോൾ അതിന്റെ ക്ഷീണം അവന് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാൽ പോലും അനിമൽസിനെ കാണാനെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഉഷാറായിട്ടായിരുന്നു, ഹാപ്പി ആയിട്ടായിരുന്നു അവൻ വന്നിരുന്നത്. ആദ്യം ഞങ്ങൾ പോയത് ഈ ഒരു റെപ്റ്റൈൽസിന്റെ അടുത്തേക്കാണ് കേട്ടോ. ഇതാണ് ഹാൾട്ട് നമ്പർ 1. എല്ലാ ബാറ്ററി വെഹിക്കിൾസും ആദ്യം ഇവിടെ ആയിരിക്കും കൊണ്ടു നിർത്തുന്നത്. ഇനി ഇവിടെ നിന്ന് അടുത്ത ബാറ്ററി വെഹിക്കിൾ എടുക്കുമ്പോൾ അത് ഹാൾട്ട് നമ്പർ 2 കൊണ്ടു നിർത്തും. ഇനി അവിടെ നിന്ന് 3, 4 അങ്ങനെ പോകും. എന്താ അത്? സൂപ്പർ സ്നേക്കാ? ഓക്കെ ഓക്കെ. ആമയെ പോലെ പമ്മി നടക്കുന്ന കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നേരിട്ടൊരു ആമ നടക്കുന്നത് കാണുന്നത്. Alligator? Alligator അല്ലേ? എന്തത്? Alligator? ഒരു ബേർഡ് ഫിഷ് ഇല്ലല്ലോ. ഇവിടുന്ന് ഹോൾട്ട് നമ്പർ 2 പോകുന്ന സമയത്ത് അവിടെ ഒരു സ്നാക്ക് ബാർ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഓർത്തു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അധികം ഫുഡൊന്നും കിട്ടാൻ സാധ്യതയില്ല, ഇവിടെ നിന്ന് തന്നെ ഒരു സ്നാക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 2 ചിക്കൻ പപ്സും ജ്യൂസും കുടിച്ചിട്ട് നേരെ ഹോൾട്ട് നമ്പർ 2 നടന്നു. അവിടുത്തെ ക്യൂ എല്ലാം കഴിഞ്ഞൊരു ബാറ്ററി വെഹിക്കിളിൽ കയറിയപ്പോൾ ദച്ചു ഒരാളുമായിട്ട് ഭയങ്കര സംസാരം. ഇവിടെ ഇതുപോലെ ടോയ് ട്രെയിൻസും ഉണ്ട് കേട്ടോ. എന്തോ അത്? പോയോ?
എന്തത്? ആരത്? ചാച്ചുറങ്ങുന്നു. എന്തോ ജക്കാൾ ജക്കാൾ ഡോഗല്ലത് ജക്കാൾ. കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. അങ്ങനെ ഞങ്ങൾ ഹോൾ നമ്പർ 3 പോകാനുള്ള ക്യൂവിൽ വന്ന് നിന്നപ്പോ ഇവരോടനെ അടുത്ത് ഇനി ഡൈനോസറിനെ കാണണമെന്ന് പറഞ്ഞ് അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. എവിടെ? അവന് സുഖം പിടിച്ചു, അവന് സുഖം പിടിച്ചു, നടക്കാൻ വയ്യ, കള്ള ചെറുക്കൻ. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം എന്റെ കണ്ണിപ്പെട്ടത്. ഇതിപ്പോ കണ്ടപ്പോ ഞാൻ വന്നൊന്ന് ചിരിച്ചുപോയി. അടുത്ത ബാറ്ററി വെഹിക്കിളും കാത്തു നിന്ന് ഒരു പരുവായി. എന്റെ പൊന്നോ, ആ ക്യൂ ഇട്ട് നീങ്ങുന്നുമില്ല. ഇവിടെ തന്നെ ഒരു സഫാരി ക്യൂ ഉണ്ട്. ആ ക്യൂവും ഈ ക്യൂവും എല്ലാം കൂടെ ഒരു മിക്സ് ക്യൂ ആയി പോയി. വീഡിയോയിൽ കുറച്ച് കേട്ടിട്ടുള്ളെങ്കിൽ ഇതിനിടയിൽ ഞങ്ങൾ സൂ മുഴുവൻ കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ കൂടിയുള്ളത് അക്വേറിയം മാത്രം. അത് ഞങ്ങൾക്ക് കാണാൻ ഇനിയിപ്പോൾ സമയമില്ല, അതിനുള്ള ആരോഗ്യമില്ല. ക്യൂവിന്റെ നീളം കണ്ടിട്ടാന്ന് തോന്നുന്നു ബാറ്ററി വെഹിക്കിളിന്റെ നീളം ഒരു കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഈ ക്യൂവിന്റെ നീളം കണ്ടില്ലേ? കുറച്ചുകൂടെ മുന്നോട്ട് ക്യൂവിൽ പോയപ്പോൾ അവർ ചോദിച്ചു 3 പേരുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങി ഉള്ള സീറ്റ് കയറിയിരുന്നു. ഇനി ഇതിനകത്ത് ഞങ്ങൾക്ക് ഒന്നും കാണാനില്ല. ഈ തിരക്കിനിടയിൽ നിന്ന് എങ്ങനെയും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നായി. ഇനി നേരെ പോണത് ചാർമിനാറിലേക്കാണ്. ഈ കാണുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചൗമഹല പാലസ്. ചാർമിനാറിന്റെ ബാക്ക് റോഡിൽ തന്നെയാണ്. ചാർമിനാർ എത്താൻ 1 കിലോമീറ്റർ മാത്രം ഉള്ളപ്പോഴായിരുന്നു ഈ ബ്ലോക്ക്. 1/2 മണിക്കൂർ അവിടെ നിന്ന് കിടന്നു. അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത് കാണുന്നത് തന്നെയാണ് ചാർമിനാർ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. ഈ ബ്ലോക്കൊക്കെ മാറാൻ 2 മണിക്കൂർ എടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്ന് ചാർമിനാർ. ഇവിടെ വരുന്ന മെജോറിറ്റിയും ഈ കാണുന്ന ഷോപ്പിംഗ് സ്ട്രീറ്റ് തേടി വരുന്നവർ. ഇതാണ് ലാഡ് ബസാർ അഥവാ ചോടി ബസാർ. പറയുന്നതിന് മുന്നേ തന്നെ വൈകുന്നേരം സന്ധ്യയായി. ഇവിടെ പിന്നെ സീസൺ നോക്കാതെ തന്നെ ഫുൾ ടൈം തിരക്ക്. ലേഡീസ് സ്റ്റോറാണ് ഇവിടെ മുഴുവനും. മെൻസിന് 1-2 കടയൊക്കെ ഉണ്ട്. അവിടുന്ന് ചേട്ടൻ എന്തൊക്കെയോ തപ്പി പറക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളകളാണ്. അതുകൊണ്ടാണ് ഇത് ചൂടിയ ബസാർ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മാലകൾ, പേഴ്സ്, പിന്നെ അത്തർ, ഇഷ്ടം പോലെ സാധനങ്ങളാ, ചെരുപ്പ്, അതൊക്കെ വളരെ നല്ല റേറ്റിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ അഫോർഡബിൾ ആണ്. ഇവിടുത്തെ റേറ്റ് കാണുമ്പോഴാണ് ദൈവമേ ഈ വളക്കൊക്കെ ഇത്ര റേറ്റ് വരുന്നുള്ളൂ, ഈ കമ്മലിനൊക്കെ ഇത്ര റേറ്റ് വരുന്നുള്ളൂ, നമുക്ക് എന്തുമാത്രം കോസ്റ്റ് ആണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ നാട്ടിൽ എടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. പിന്നെ ഇവിടെ ഹൈദരാബാദിൽ ഏതൊരു ജ്വല്ലറി ഷോപ്പ് എടുത്താലും അവിടെ ജ്വല്ലേഴ്സ് ആൻഡ് പേൾസ് എന്ന് എഴുതിയിരിക്കും. കാരണം ഇവിടെ ഹൈദരാബാദ് ഏറ്റവും കൂടുതൽ ഫേമസ് ബിരിയാണിക്കും പിന്നെ പേളിനുമാണ്. കഴിഞ്ഞ 4 ദിവസത്തിൽ ദച്ചു എന്നെ ഒന്ന് എടുക്കണേ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ. കാരണം അത്രയ്ക്ക് അവൻ ക്ഷീണിച്ചു. ഇവിടെ കണ്ടൊരു കോഫി മാമന്റെ നിന്ന് കോഫി വാങ്ങി കുടിച്ച് ഇവിടെ കണ്ടൊരു കസേരയിൽ കയറി ഇരുന്നപ്പോൾ കുറച്ച് സമാധാനമായി. എന്നിട്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് അവിടുത്തെ തിരക്ക് നോക്കിയിരുന്നു. എന്റെ പൊന്നോ, രാത്രിയാവും തോറും തിരക്ക് കൂടി വരുവാണ്. ടെർമിനാലിലൊക്കെ ലൈറ്റ് ഇട്ടു. എന്നിട്ട് ഞങ്ങൾക്ക് ഊബർ കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ വേറൊരു ഓട്ടോയും വിളിച്ച് നേരെ റൂമിൽ വന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വന്നാലും പാരഡൈസ് ബിരിയാണി തിന്നാതെ ഒരു മടക്കം ഇല്ലെന്ന്. അതുപോലെ തന്നെ 2 ഓർഡർ ചെയ്ത് വരുത്തി. അങ്ങനെ ഇതോടെ കഴിച്ച് ക്ഷീണിച്ച അവശരായ ഞങ്ങൾ വളരെ സമാധാനപരമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം വളരെ ലേറ്റായി തന്നെ എഴുന്നേറ്റ് ബുഫേക്ക് വന്നിരിക്കുകയാണ്. തിരിച്ചു പോരുന്ന ദിവസമെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള സന്തോഷത്തിൽ 1:15 ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരു 11:30 ഉള്ളിലെങ്കിലും അവിടെ എത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇവിടെ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു 10:30 മണിയായപ്പോൾ ഞങ്ങൾ വെള്ളച്ചാതിയും പറക്കി കെട്ടിയൊക്കെ ഇറങ്ങി. ഈ തിരിച്ചിറങ്ങുന്ന വേളയിൽ ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസം താമസിച്ച ഈ ഹോട്ടലിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ താമസിച്ച റൂമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലേ ഉണ്ടായില്ല. അതാണ് സത്യം. പിന്നെ കസ്റ്റമർ സർവീസ് ആയാലും ബുഫേ ആയാലും അല്ലാതെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് ആയാലും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. സോ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു 10 out of 10 ആണ്. ഹോട്ടൽ നെയിമും കോൺടാക്ട് നമ്പറും അവരുടെ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ആസ് യൂഷ്വൽ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ദച്ചുദേ വീണ്ടും ഉറക്കത്തിലേക്ക് മയങ്ങി വീണോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് 2:30 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ട്രിപ്പ് വിശേഷം. സ്റ്റേ കെയർ, ടാറ്റാ, ബൈ ബൈ.